നമസ്കാരം. ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി എത്തുന്ന ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ SCV പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പൃഥ്വിരാജ് ചിത്രമായ പിക്കറ്റ് 43 എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളോടുകൂടി ഇന്നത്തെ ഫ്രെയിംസ് ആരംഭിക്കാം. കാശ്മീരിന്റെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനെ നായകനാക്കി മേജർ രവി തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്ന ചിത്രമാണ് പിക്കറ്റ് 43. "22 ഫീമെയിൽ കോട്ടയം" എന്ന ചിത്രത്തിനു ശേഷം ഫിലിം ബ്രുവറി എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ OG സുനിൽ നിർമ്മിക്കുന്ന ചിത്രമാണിത്. കാശ്മീർ അതിർത്തിയിലെ സോഫിയാനിയിലാണ് ഇതിന്റെ ചിത്രീകരണം ആരംഭിച്ചത്. ചിത്രത്തിൽ ഹരീന്ദ്രൻ നായരായി പൃഥ്വിരാജും റേഞ്ചർ മുഷറഫായി ജാവേദ് ജഫ്രിയുമാണ് വേഷമിടുന്നത്. ജോമോൻ T. ജോണാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഹായ്, OG സുനിൽ നിർമ്മിക്കുന്ന ഈ പിക്കറ്റ് 43 എന്ന പടം ഞങ്ങളിപ്പോൾ 2 ഷെഡ്യൂള് കാശ്മീരിൽ ഷൂട്ട് ചെയ്തു. കാരണം അതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന 2 പട്ടാളക്കാരുടെ കഥയാണ്. ഒരു 8 മാസം തനിച്ച് ഒരു ഇന്ത്യൻ പട്ടാളക്കാരനും പാകിസ്ഥാനി പട്ടാളക്കാരനും അവർ തമ്മിൽ വളർത്തിയെടുക്കുന്ന, ശത്രുക്കളെന്ന് നമ്മൾ വിളിക്കുന്ന അവർ തമ്മിൽ വളർത്തിയെടുക്കുന്ന ഒരു സുഹൃബന്ധത്തിൻ്റെ ഒരു കഥയാണ് ഈ പിക്കറ്റ് 43 കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ യുദ്ധം? ഞാൻ കുറേ യുദ്ധങ്ങളും കുറേ മിലിറ്റൻസി ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എനിക്ക് ഇന്ന് മനസ്സിനകത്ത് തോന്നുന്നത്, എന്തിനാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ശത്രുത എന്തുകൊണ്ട്? അതിനെ ഒരു സ്നേഹബന്ധത്തിൽ വളർത്തിയെടുത്തിട്ട് ഈ ബോർഡറുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ബന്ധം വളർത്തിയെടുത്താൽ നമുക്ക് നല്ലൊരു 2 രാജ്യങ്ങൾക്കും സമാനപരമായിട്ട് ജീവിച്ചൂടെ എന്നുള്ള ചോദ്യം. ഇന്നിവിടെ കാണുന്ന ഈ വർഗീയത എന്നുള്ളതെല്ലാം, അതിൻ്റെ എല്ലാം തുടക്കം 1947 ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ അല്ലേ എന്നുള്ള ചോദ്യം പലപ്പോഴും അലട്ടാറുണ്ട്. എന്നാൽ സാധാരണ സമയത്ത് നമ്മൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഒരു ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് ഹിന്ദുക്കളുടെയും മുസ്ലിംസിൻ്റെയും പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനെ പെരുപ്പിച്ചിട്ട് വലുതാക്കി കാണിക്കുന്നത്. പക്ഷേ സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെയുള്ളൊരു വിദ്വേഷമോ ഒരു വിരോധമോ ഒരു ശത്രുതയോ കാണാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രമേയം ഇതുപോലെ എടുത്തിട്ട് ഒരു സുഹൃബന്ധത്തിൻ്റെ കഥ പറയാം.
പൃഥ്വിരാജിന്റെ പുത്തൻ വേഷപകർച്ച കൂടിയാണ് പിക്കറ്റ് 43യിൽ. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് രതീഷ് വേഗ. ഫ്രെയിംസിൽ ഇനി ദർബോണി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വിശേഷങ്ങളാണ്. ഷോലിക് പേഴ്സിന്റെ ബാനറിൽ TK ബാബുരാജ് നിർമ്മിക്കുന്ന ചിത്രമാണ് ദർബോണി. ദർബോണി എന്നാൽ പുല്ലുകളുടെ താഴ്വാരം എന്നാണ്. കാസർഗോഡുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് ദർബോണി. എന്നാൽ ഈ സിനിമ ഈ ഗ്രാമത്തിന്റെ കഥയല്ല. ലോകത്തെവിടെയും ഇതുപോലൊരു ഗ്രാമം ഉണ്ടാകും. ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന്റെ കഥയാണ് ദർബോണി എന്ന ചിത്രം പറയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ പുതിയ കാലത്ത് ഏറ്റവും കാലിക പ്രാധാന്യമുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമായിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഗ്രാമങ്ങൾ ഇന്നും ലോകത്ത് മുഴുവൻ ഉണ്ട് എന്നാണ് ഈ സിനിമ പറയുന്നത്. ഒരിക്കലും പരസ്പര വിശ്വാസം നഷ്ടപ്പെടാത്ത ഒരു സമൂഹത്തെ ഈ സിനിമയിലൂടെ കാണും. ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയിൽ അതിൻ്റെ നന്മയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അവിടേക്ക് തീവ്രവാദത്തിൻ്റെ സൂചനകൾ എങ്ങനെ കടന്നു വരുന്നു പുതിയ കാലത്ത് എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഇവിടെ ഒരേക്കാരനായ അലിയുടെ വേഷമിടുന്നത് വിജയരാഘവന്റെ മകൻ ദേവദേവനാണ്. അലിയുടെ നായിക ദേവിയായി എത്തുന്നത് കീർത്തി സുരേഷാണ്. ഗോപി കുറ്റിക്കൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് ബിനുലാൽ ഉണ്ണിയാണ്. വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിൽ സ്നേഹരഹിതരായി ജീവിക്കുന്ന കുറെ മനുഷ്യർ, അതിർത്തികളുടെയും നിറങ്ങളുടെയും പേരിൽ വർഗശത്രുക്കളെ പോലെ ജീവിക്കുന്നവർ, ഭരണകൂടത്തിന്റെ നീതിരഹിതമായ ഇടപെടലുകളിൽ സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്കിറങ്ങുന്നവർ, ഇത്രയും പരാധീനതകൾക്കിടയിലും ഒരു ഗ്രാമത്തിന്റെ ചെറിയ വട്ടത്തു നിന്ന് പരസ്പരം സ്നേഹിക്കാൻ ഒരു ജാതിയും മതവും അതിരും തടസ്സമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു തരികയാണ് ദർബോണി. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ദേവി എന്നാണ്. ദേവി നാട്ടിൻപുറത്തിലെ ഒരു സാധാരണ ഒരു കുട്ടിയാണ്, പക്ഷെ വളരെ ബോൾഡാണ്. പിന്നെ ആൾക്കാരെ തിരിച്ചറിയാനറിയാം. പിന്നെ നല്ല സ്നേഹം നിറഞ്ഞൊരു കുട്ടിയാണ്. പിന്നെ ഇതിൽ വേറൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് അലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന വിജയരാഘവൻ അങ്കിളുടെ മകൻ ദേവേട്ടനാണ്. അപ്പോൾ ദേവേട്ടനും ഞാനും തമ്മിൽ ഉള്ളൊരു സഹോദരൻ സഹോദരി ബന്ധമാണ് ഇതിൽ പ്രണയത്തിനെ കുറിച്ച് അല്ല ഈ സിനിമയിൽ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിജയരാഘവൻ അങ്കിളും ഇതിൽ വലിയൊരു വേഷത്തിൽ ഉണ്ട്.
കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന 90-കാരനായ നാണു എന്ന കഥാപാത്രത്തിനാണ് ഈ ചിത്രത്തിൽ പ്രശസ്ത നടൻ വിജയരാഘവൻ ജീവൻ നൽകുന്നത്. നാണു പഴയ INA ഭടനും പട്ടാളക്കാരനുമായിരുന്നു. അയാളുടെ വീടിനടുത്ത് താമസത്തിനെത്തുന്ന ഒറേക്കാരനായ അലി അയാൾ നാണുവിന്റെ കൊച്ചുമകളായ ദേവിയെ പ്രണയിക്കുന്നു. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ഇന്ദ്രൻസ്, സിദ്ധാർത്ഥ് ശിവ, കലാഭവൻ റഹ്മാൻ, അലൻസിയർ, റോജ, നിവേദ്, അനീഷ് തുടങ്ങിയവർ ഈ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഫ്രെയിംസിൽ ഇനി പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി ന്യൂ റിലീസസ്. LG ഫിലിംസിന്റെ ആദ്യ നിർമ്മാണ സംരംഭമായ ലാൽ ജോസ് ചിത്രമാണ് വിക്രമാദിത്യൻ. ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനും ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ നമിത പ്രമോദാണ് നായിക. ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുത്തൻ സിനിമാ വിശേഷങ്ങളുമായി ഫ്രെയിംസിന്റെ അടുത്ത ആഴ്ച. ടിൽ ദെൻ യു പീപ്പിൾ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.